നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, അടുത്ത കാലത്ത് നടന്ന 2 വിധിയെക്കുറിച്ച് ചില കാര്യം സൂചിപ്പിക്കുകയാണ്. കോടതികളുടെ എല്ലാ അധികാരത്തെയും മാനിച്ചുകൊണ്ടും പറയട്ടെ, അഭിപ്രായം മാത്രമാണ്, നിർദ്ദേശമാണ്, അല്ലാതെ തീരുമാനമല്ല. ഒന്ന്, സെൻറ്റ് റീത്ത സ്കൂളിലെ കുട്ടിയുടെ സ്ഥലം മാറ്റം. മറ്റൊന്ന് മുനമ്പം ഒക്കഫ് ഭൂമി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ. ബഹുമാനിയെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം കാര്യത്തിൻ്റെ ഗൗരവം. കോടതികളിൽ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഒരു തെറ്റല്ല, അക്ഷരപ്പിശകും ഒരു തെറ്റല്ല. അവിടെ നീതിയാണ് നോക്കുന്നത്, നിയമത്തിൽ കൂടുതൽ നീതി. സത്യത്തിന് വലിയ വിലയൊന്നുമില്ല. കോടതിയിലെ സത്യമല്ല, അവിടെ നീതിയാണ്, നിയമമാണ്. അപ്പോൾ ഒക്കെ ബോബീസ് എടുത്താൽ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയാൻ കാരണം, ഏതാണ്ട് 500 ഏക്കർ സ്ഥലം ഒരു മനുഷ്യൻ അവൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ അതിൻ്റെ ഈശ്വരൻ അള്ളാഹു എന്ന നിലയിൽ അവൻ്റെ ഒജീന് വേണ്ടി, എന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി തൃപ്തിക്ക് വേണ്ടി കൊടുത്താണ്. അപ്പം അതിൽ 2 ക്ലോസ് പറഞ്ഞു, അതാണ് കോടതി എടുത്തു പറഞ്ഞത്. അത് വാസ്തവത്തിൽ ന്യായം, തെറ്റൊന്നുമില്ല, ന്യായമാണ്, വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ അതുപോലെ പല കാര്യങ്ങളും ഒരു എക്സ്ക്യൂസായി ഇവിടെ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അന്യാധീനപ്പെട്ടു പോയാൽ ഞങ്ങളുടെ കുടുംബം അത് തിരിച്ചെടുക്കാം, കുടുംബം തിരിച്ചെടുക്കാനുള്ള ഒരു അവകാശം. ഓക്യുപ്പൻസ് സ്വത്തിന് ബാധകമല്ല, അത് പാടില്ലാത്തതാണ്. മറ്റൊന്ന്, വേണമെങ്കിൽ ക്രയവിക്രയം ചെയ്യാം, കൊടുത്തവർക്ക് ക്രയവിക്രയം ചെയ്യാനുള്ള ഒരു അവകാശം. അത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞതുകൂടി കോടതി വേണ്ടത്ര ശ്രദ്ധാപൂർവം, ബുദ്ധിപൂർവ്വം, യുക്തിപൂർവ്വം, നിയമപരമായിട്ടും ചെയ്തോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ പാടുപെട്ടുണ്ടാക്കിയ സമ്പത്ത് എൻ്റെ സമുദായത്തിന് വേണ്ടി നല്ല രീതിയിൽ കൊടുത്തിട്ട് എന്തെങ്കിലും കാരണവശാൽ അത് അന്യാധീനപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ പള്ളിക്ക് കൊടുത്തല്ല. അത് വഖഫ് ചെയ്യുന്ന വസ്തു വാക്കർത്ഥമല്ല, ദ്വയാർത്ഥം നോക്കിയാൽ പള്ളിക്ക് വേണ്ടി വഖഫ് കൊടുക്കുന്നുണ്ട്. ഇത് പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തതല്ല, ഇതൊരു ധർമ്മസ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്കും പാവപ്പെട്ട സമുദായ അംഗങ്ങൾക്കും ഭാവിയിൽ ഒരു നേട്ടം ഉണ്ടാകാൻ വേണ്ടി ആണ് ആ മനുഷ്യൻ തീരുമാനിച്ചത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിന് സെക്യൂരിറ്റി, കോളേജിന് സെക്യൂരിറ്റിക്കും പണമില്ലാത്ത പേരിൽ ഇത് ജാമ്യം കൊടുക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയാണ് എഴുതി കൊടുത്തതാണ്. മറ്റത് അന്യാധീനപ്പെട്ടിട്ടുമില്ല. ഇത് രണ്ടും കോടതിക്ക് വേണമെങ്കിൽ ഒരു എക്സ്ക്യൂസായി കാണാമായിരുന്നു. കോടതി എന്തുകൊണ്ട് കണ്ടില്ല എന്നൊന്നും ഞാൻ കോടതി വിമർശിക്കുന്നില്ല, ശരിയല്ല. പക്ഷേ ഞങ്ങളുടെ ചെറിയ ബുദ്ധിയിൽ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചെറിയ ബുദ്ധിയിൽ തോന്നി സംശയമാണ് പറഞ്ഞത്. അവിടെയാണ് മറ്റൊരു കാര്യം നിൽക്കുന്നത്. ഒന്ന്, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് 2 ലക്ഷം കോടി രൂപയുള്ളൂ, 2 lakhs crore. മനസ്സിലാക്കണം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു വർഷത്തെ ബഡ്ജറ്റ് 2 ലക്ഷം കോടി രൂപ. ഈ 500ഓളം ഏക്കർ, ഏതാണ്ട് റൗണ്ട് അബൌട്ട് 500ഓളം ഏക്കർ, 100 സെൻറ്റാണ് ഒരു ഏക്കർ. അപ്പോൾ 500, 5000, 50,000 സെൻറ്റ്. കേരളത്തെ പോലെയുള്ള തീരപ്രദേശങ്ങളിൽ അതിസങ്കീർണമായ വിലയുള്ള മൂല്യമുള്ള കടൽ തീരത്തുള്ള സ്ഥലത്തിന് ഇതുപോലെ 500 ഏക്കറിന് ഒരു സ്ഥലത്തും കേരളത്തിൽ കിട്ടാനില്ല. കേരളത്തിൽ മാത്രമല്ല, പല ഭാഗത്തും കിട്ടാനില്ല. നമ്മളിപ്പോൾ കേരളത്തിൽ കാര്യം എടുക്കാം, കേരളത്തിൽ കിട്ടാനില്ല. അങ്ങനെ വരുമ്പോൾ അതിന് അമൂല്യമായ വസ്തു എന്ന് പറയാം, വില പിടിക്കാൻ പറ്റാത്തത്, മൂല്യം നിശ്ചയിക്കാൻ പറ്റാത്തത്, അതാണ് അമൂല്യം എന്ന് പറയുന്നത്, അമാനുഷ്യ കഴിവ് എന്ന് പറയും പോലെ. അപ്പോൾ ഇത് 1 കോടി കൊടുത്താൽ പോലും കിട്ടില്ല. അപ്പോൾ 1 കോടി നമ്മൾ റൗണ്ട് പിടിച്ചാൽ 50,000 കോടി. എന്നാലും കേരളത്തിൻ്റെ ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് 4-1 വരാണ്. കേൾക്കണം ബുദ്ധിയുള്ള സുഹൃത്തുക്കളെ, സമുദായ പ്രവർത്തകർ, മറ്റിതര സമുദായ ബഹുമാന്യരെ. അത്രയും വിലപിടിപ്പുള്ള, ദിവസം ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങിച്ച് റിസോർട്ട് നടത്തുന്ന, വ്യഭിചാര വേശ്യാലയങ്ങൾക്ക് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. 5 സെൻറ്റ് വീട്ടുകാരന്, പാവപ്പെട്ട വീടില്ലാത്തവർ 5 സെൻറ്റ് കൊടുത്ത 3 സെൻറ്റ് കൊടുത്തല്ല,
ഏക്കർ കണക്കിന് ഭൂമി കൈവച്ച് എങ്ങനെ പെടുത്തി രേഖയില്ലാതെ? ഇതൊന്നും കോടതി കാണാതെ പോയതിനെക്കുറിച്ച്, അതിന് പുറകിലുള്ള സന്നാഹങ്ങളെക്കുറിച്ചൊക്കെ ആരെങ്കിലും സംശയിച്ചു പോയാൽ അവർ കുറ്റം പറയാൻ പറ്റുമോ? കോടികൾ തിരിമറിയാണ് നടന്നിട്ടുള്ളത്. അവിടെ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ അപ്പീൽ അവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചില സംഘടനകൾ അപ്പീലിന് പോകുന്നുണ്ട്. അപ്പീലിലെ തീരുമാനം വരട്ടെ എന്ന് പറയാണ്. ആരാധനാലയങ്ങൾക്ക് എന്താണ് അന്യോന്യ ഭൂമി പൊരുത്തമില്ലാത്ത മുതൽ? മുസൽമാനെ സംബന്ധിച്ച് ഒരു കാരണവശാലും പൊരുത്തമില്ലാത്ത, അനുവാദമില്ലാത്ത ഒരു സ്ഥലത്തും ആ മുസ്ലിം പള്ളി പണിയാൻ പറ്റില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞത്, മുസ്ലിങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് അവന് ഒരാളുടെ പറമ്പിൽ കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ അവന് നിർബന്ധ നമസ്കാരമായ ഫർള് നമസ്കാരത്തിൻ്റെ സമയം കഴിയാൻ പോകണം. എങ്കിൽ അവൻ അവിടെ നിന്ന് നിൽക്കാനുള്ള നെയ്യത്തി കൈ കെട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു പോകണം. അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഒരു മുസൽമാനെ സംബന്ധിച്ച് അന്യൂൻ്റെ സ്ഥലം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ കർണാടകയിൽ ഒരു പുതിയ നിയമം വന്നല്ലോ, സംഘപരിവാറിനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്. അത് ഗവൺമെൻറ് ഭൂമികളിൽ, പബ്ലിക്കല്ല. അതിപ്പോൾ പറഞ്ഞിട്ട് ആവശ്യമുണ്ടായില്ല, എന്തോ വട്ടെ അത് പറയും. അതിന് ശേഷം വേറൊരു കുബുദ്ധി പറഞ്ഞ് അങ്ങനെ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കാനും പാടില്ല എന്ന് ഒരു നിയമം ഉണ്ടാക്കണമെന്നൊക്കെ വരും. അപ്പം അതിന് അവിടുത്തെ മന്ത്രി പറഞ്ഞത്, ഈ പ്രിയങ്ക ഗാർഗിയുടെ മകനാണല്ലോ അദ്ദേഹം, അവിടുത്തെ മന്ത്രിയാന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കൽ അനുവാദം വാങ്ങിക്കണം. ഈയിടോ ഗാർഗെ മന്ത്രി, കോൺഗ്രസ് ഗാർഗെ മന്ത്രി, ഇന്ത്യയിലെ ഏതൊരു പബ്ലിക് സ്ഥലവും അവിടെ എന്ത് പരിപാടി നടത്തണമെങ്കിലും അനുവാദം വാങ്ങിക്കണം. അത് നമസ്കാരം വേണ്ടി മാത്രമല്ല, അല്ലാതെ യോഗം വയ്ക്കുന്ന അനുവാദം വാങ്ങിക്കണം. ഇപ്പോൾ കല്ലൂർ സ്റ്റേഡിയം നിങ്ങൾ ഉപയോഗിക്കുകയാണ്, മദ്രാസ് കോളേജ് ഉപയോഗിക്കുകയാണ്, നിങ്ങൾ അനുവാദം വാങ്ങിക്കണം. അങ്ങനെ നിയമമുണ്ട് ഇവിടെ. നിർബന്ധം മതപരിവർത്തനം പാടില്ല എന്ന് നിയമമുണ്ട്. അങ്ങനെയുള്ള നിയമങ്ങൾ നിലനിൽക്കുകയാണ് അനാവശ്യമായ നിയമങ്ങളും കുതന്ത്രങ്ങളും ചേർത്തുള്ള പുതിയ പുതിയ നിയമം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് പറയുകയാണ്, വലിയ ബുദ്ധിയല്ല. അതുകൊണ്ട് തെറ്റെടുത്ത് തിരുത്താം. ഗാർഗ് പറഞ്ഞല്ലോ, പ്രിയങ്ക ഗാർഗ്, ഇപ്പം നമ്മൾ പ്രിയങ്ക ഗാന്ധി അല്ല, പ്രിയങ്ക ഗാർഗ് പറഞ്ഞത് അങ്ങനെ നിയമം വേണം, അനുവാദം വാങ്ങിക്കണം. അങ്ങനെ ഉണ്ട് സാർ, അനുവാദം ഇല്ലാതെ എവിടെയെങ്കിലും പഠിക്കുമോ? ഇപ്പോൾ ഈ ഗാഹൊക്കെ നടത്തുന്ന പല സ്ഥലത്തും കേരളത്തിൽ അവരെല്ലാം അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ അനുവാദം വാങ്ങിച്ചാണ് മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതങ്ങനെ കിട്ടെ. അപ്പോൾ കോടതി ആ കാര്യത്തിൽ അപ്പീൽ വരുമ്പോൾ അവർ ശ്രദ്ധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ളത്. മറ്റൊന്ന്, സെൻറ്റ് റീത്താസിലെ എത്ര ഭംഗിയായിട്ട് തീരുമാനം നടത്തി. കോടതി ഉൾപ്പെടെ അഭിമാനം പറഞ്ഞു. അതിനെക്കുറിച്ച് അക്ഷരം പോലും പറയരുതെന്ന് പോലീസ് നിയന്ത്രിക്കാനും പറഞ്ഞു. സമ്മതിച്ചു കോടതി പോകാനെങ്കിൽ. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? നിയമം മൂലം അല്ലെങ്കിൽ പൗരാവകാശം വച്ച് ഒരു പെൺകുട്ടിക്ക് തലമറച്ച് സ്കൂളിൽ വരാനുള്ള അവകാശമുള്ള ഇന്ത്യയിൽ, കേരളത്തിൽ, എറണാകുളം ജില്ലയിൽ അവസാനം എന്ത് തീരുമാനം എന്തെന്നാണ്? ഈ ചെരുപ്പിന് അനുസരിച്ച് കാല് മുറിക്കുക എന്നുണ്ട്. വാസ്തവത്തിൽ കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കാറുള്ളത്. ഇത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ച് പോലെ എന്നാണ് ചിലർ സംശയം പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ചില സംശയങ്ങൾ പറയുന്നത്, ആ കുട്ടിക്ക് അവിടെ നിൽക്കാൻ പാടില്ല, അയാൾ TC വാങ്ങിച്ചു പോയി. കോടതി തന്നെ അംഗീകരിക്കുകയും ചെയ്തു, കേരള ഗവൺമെൻറ് അംഗീകരിച്ചു, സ്കൂളും അംഗീകരിച്ചു, പബ്ലിക് അംഗീകരിച്ചു. ആ വിഷയം അവിടെ എന്ത് സംഭവിച്ചു? ഒരു പെൺകുട്ടിയുടെ അവകാശമാണ് ഇല്ലാതെയായത്. ആകെ പെൺകുട്ടി അച്ഛനെ ഒരു ബോട്ടിൽ ഡ്രൈവർ അദ്ദേഹത്തെ ചില കുബുദ്ധികളും ചില രാഷ്ട്രീയ നേതാക്കളും ഭീഷണിപ്പെടുത്തി ഇപ്പോൾ പാവം വരണ്ടുപോയി. വാസ്തവത്തിൽ കോടതിയും ഗവൺമെൻറ്റും ചെയ്യേണ്ടത്, പബ്ലിക് ചെയ്യേണ്ടത്, തലമറക്കാനുള്ള നിയമം ഉണ്ട് എങ്കിൽ അനുസരണ അത് അനുവദനീയമാണെങ്കിൽ ആ കുട്ടിക്ക് അത് അനുവാദം കൊടുത്ത് അവിടെ പഠിക്കാനല്ലേ വേണ്ടത്. ഇത് കുട്ടിയുടെ കുട്ടി പാവല്ലേ, രക്ഷകർത്താവും തോറ്റുപോയി, സർക്കാർ അതിൽ കോടതിക്കും അതിലൊരു തീർപ്പ് ലഭിച്ച് എല്ലാവരും കൈ കഴുകി. അതാണോ തീരുമാനം? നീതി, നിയമം ഒക്കെ ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്നു. തെറ്റുകൾ ആർക്കും പറ്റാതെ, ദൈവത്തിന് തെറ്റ് പറ്റിയെന്ന് പറയുന്നത്, പിന്നെയാണ് മനുഷ്യർക്കും ജഡ്ജിമാർക്കും പറ്റാതെ. പക്ഷെ അത് ശ്രദ്ധിക്കണം. ഇതൊന്നൊരു നീതിയല്ല. ഞങ്ങൾ വോയിസ് ഓഫ് ജസ്റ്റിസ് ചെയർമാൻ, ഞാൻ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ഒരു മനുഷ്യാവകാശ സംഘടന വോയിസ് ഓഫ് ജസ്റ്റിസ്, രജിസ്റ്റേർഡ് ആണ് സംഘടന, അതിൻ്റെ ചെയർമാനാണ്. നീതിയാണ് നടത്തുന്നതാണെന്നുള്ളത് ബുദ്ധിയുള്ള ചിന്തിക്കുക. ഞാൻ എതിരൊന്നും പറയുന്നില്ല, എതിർ പറയാനോ അല്ലെങ്കിൽ എതിർക്കാനൊന്നും ആളല്ല. എല്ലാവരും അംഗീകരിച്ച് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അത് ശ്രദ്ധിക്കണം.
ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിൽ കടന്നാൽ CPIയുടെ കാര്യം എടുക്കാം. CPI ചോദിക്കുകയാണ്, എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിങ്ങൾ ഈ CPMൻ്റെ കൂടെ നിന്നാൽ നിങ്ങൾ ഒരു ഇഞ്ച് വളർത്താൻ അവർ സമ്മതിക്കുമോ? CPM പിണറായി മാത്രമല്ല, പിണറായിക്ക് മുമ്പുള്ള ആളാണെങ്കിലും CPM എന്നൊരു കേഡർ പാർട്ടിയാണ്, അല്ലെ ശക്തികളുടെ പാർട്ടിയാണ് ഇന്ത്യ കേരളത്തിൽ. അതിപ്പോൾ നശിക്കാൻ പോകണം, അത് വേറെ കാര്യം. നിങ്ങൾക്ക് അവരെ കൂടെ ഒരു ഇഞ്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ഒന്നാമത്തേൽ CPI കാണിച്ചത് കൊള്ളരാത്ത പറഞ്ഞാൽ 4 മന്ത്രിമാർ നിയമിച്ചപ്പോൾ 40% മുസ്ലിങ്ങളുടെ കേരളത്തിൽ ഒരു ചാൻസ് പോലും അവർക്ക് കൊടുത്തില്ല. 4 ഒരിക്കൽ കൊടുത്ത് ഈഴവരാണ്. ഇത്തവണ കൊടുത്ത ആൾക്കാർ എനിക്കറിയില്ല. കഴിഞ്ഞ പോലത്തെ വർഷം 4 വന്ന് ഈഴവൻ തന്നെയാണ്, നായർക്കൊന്നുമില്ല. ഇപ്പോൾ കൂടി നായർക്കാന്ന് തോന്നുന്നു. ഈ വിശ്വത്തിൻ്റെ ഇപ്പോഴത്തെ വിശ്വമല്ല, അതായത് 4 മന്ത്രിമാരെ കൊടുത്തും ഒരു വിഭാഗത്തിൽ മാത്രം. ഇപ്പോൾ ഏതെങ്കിലും പേരിന് 40% മുസ്ലിങ്ങളുടെ കേരളത്തിൽ പേരിന് ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും ഒതുക്കി ഇപ്പോൾ ഒരു MLA ഉണ്ട്, ആ MLA ഇപ്പോൾ CPI വിടുമെന്ന് എൻ്റെ അറിവ്. അങ്ങനെ പോവാണ്. അപ്പോൾ എല്ലാം ഒതുക്കി ഒരു പോയിന്റിലേക്ക് ഒതുങ്ങാണ്. CPM ഒതുങ്ങാണ്, CPI ഒതുങ്ങാണ്. അങ്ങനെ ഒതുങ്ങി എന്നിട്ട് CPIക്ക് എന്തെങ്കിലും വ്യക്തിത്വം അന്തസ്സം ഉണ്ടെങ്കിൽ, നിങ്ങൾ പണ്ട് കാലത്ത് അടിയന്തരാവസ്ഥ ശേഷം നിങ്ങൾ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ ആ കോൺഗ്രസിൻ്റെ കൂടെ. അന്ന് നിങ്ങൾ CPI വളർന്നു. അതിനുശേഷം നിങ്ങൾ CPMലേക്ക് പോയിട്ട് വളർന്നോടോ CPI? ഇന്നിപ്പോൾ CPI നിയന്ത്രിക്കുന്നത് പിണറായി സഖാവാണെന്നേ. വിശ്വം പാർട്ടി പിന്നണി വിടാൻ നോക്കിയാൽ പകുതി പേര് പോരില്ല, അവിടെ നിൽക്കുള്ളൂ, പകുതി പേര് പോരുള്ളൂ. അതാണ് പേടി അവർക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാഭിമാനവും പിന്നെ പാർട്ടി വളർന്ന ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ പ്രാക്ടിക്കലായി ചെയ്യണം. എന്താണ് പ്രാക്ടിക്കൽ? നിങ്ങളിപ്പോൾ മുന്നണി വിടണം. ഒരു കോൺഗ്രസ്സുകാരും ഞങ്ങളൊരിക്കലും പറയില്ല, കാരണം കോൺഗ്രസ് തകർന്ന കപ്പലാണ്, പൊളിഞ്ഞ കപ്പലാവണം. കോൺഗ്രസ് വലിയ പ്രതീക്ഷ കേരളത്തിലില്ല, ഇന്ത്യയിലും ഇല്ല. രാഹുൽ പൊങ്ങിയാൽ പോലെ അതൊക്കെ പിന്നീട് പറയാം ഇല്ലെന്നുള്ളത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, CPIക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. സംഘപരിവാറും CPMും തമ്മിൽ ഏതാണ്ട് ലയനം വരെ ആകുന്ന ഘട്ടമാണ്. കോൺഗ്രസ്സിൽ ഒരു വിഭാഗം സംഘപരിവാറായിട്ടോ അല്ലെങ്കിൽ BJP ആയിട്ടുള്ള അടുപ്പുള്ള, പിന്നെ ആകെ ഉള്ള മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ. അവർ ഓടണ സംഘപരിവാറിൽ പോകേണ്ട ആവശ്യമില്ല, പോകാൻ സാധ്യത കുറവാന്നുള്ളതല്ല, പോകില്ല എന്നല്ല കേട്ടോ. അപ്പോൾ അവർ ദേശീയ ധാരയിൽ വേണം. മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ ധാരയിൽ വരികയും CPI LDF വിട്ട് പുറത്തു വരികയും CPIയും മുസ്ലിം ലീഗും ഒരു ധാരണയെത്തി മുന്നണി രൂപീകരിച്ചാൽ അതിനകത്ത് CPMും കോൺഗ്രസും BJP ഒഴിച്ച് ബാക്കി എല്ലാവരും വരും. അപ്പോൾ നിങ്ങൾക്ക് 4 ഗ്രൂപ്പായി വരുമ്പോൾ BJP ഗ്രൂപ്പ് പോരെ, CPMൻ്റെ ഗ്രൂപ്പ് പോരെ, പിന്നെ കോൺഗ്രസ് ഗ്രൂപ്പ്, ബാക്കി നാലാമത്തെ ഗ്രൂപ്പിന് കേരളം ഭരിക്കുകയും ചെയ്യാം. പക്ഷെ അതിന് ബുദ്ധി കാണിക്കണം, പ്രായോഗിക ബുദ്ധി കാണിക്കണം, തിരിച്ചറിവ് വേണം, ദീർഘവീക്ഷണം വേണം. അതിന് മുസ്ലിം ലീഗ് ആദ്യമായിട്ട് ചെയ്യേണ്ട മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ ധാരയിൽ വരിക. ആ കള്ളന്മാർക്ക് ചെയ്യാവുന്ന ഏക അഭിപ്രായം സാധ്യത അത് മാത്രമാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേറെ ഒരു സാധ്യത അവർക്കില്ല. അല്ലെങ്കിൽ പിന്നെ നേരെ BJPയിൽ പോവാം. BJPയിൽ പോയ പേരൊന്നും മാറ്റണ്ട, ആ പേര് തന്നെ മതി, അത് അവർ തീരുമാനിക്കട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പേര് മാറ്റണം. CPI മുന്നണിയിൽ നിന്ന് പുറത്തു വരണം. മനസ്സിലായോ? CPMൻ്റെ പിണറായി ഗ്രൂപ്പ് നിൽക്കക്കള്ളിയിലാണെങ്കിൽ പോലും സംഘപരിവാറിന് അടിമപ്പെട്ടു പോയി. അത് നിൽക്കക്കള്ളിയില്ല, അതാണ് ആയത്. അല്ലാതെ അദ്ദേഹം RSകാരനായിട്ടൊന്നുമല്ല, ആയിപ്പോയി. അങ്ങനെ കോൺഗ്രസ് വിഭാഗം, കാരണം നല്ലൊരു അവസ്ഥ വന്നാണ്. ഇപ്പോൾ സതീശൻ പറഞ്ഞല്ലോ, അങ്ങനെ സംഖ്യ കിട്ടുമെങ്കിൽ അതിനെ യോജിച്ചാലും കുഴപ്പമില്ല എന്ന് സതീശൻ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെയൊക്കെ വാക്കർത്ഥം നോക്കി അതിൻ്റെയൊക്കെ ഗൗരവം നിങ്ങൾ ബുദ്ധിയിൽ മനസ്സിലാക്കണം. സതീശൻ്റെയൊക്കെ മനസ്സിലിരിപ്പം എന്താണ്? ആ അൻവർ പുറത്തിറങ്ങി വന്നില്ലടോ. അൻവറിൽ ചില വീഴ്ച പറ്റിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, തെറ്റ് തന്നെയാണ്. എങ്കിലും സംഘപരിവാറിനെ എതിർത്തുകൊണ്ടും CPM എതിർത്തുകൊണ്ടാണ് അൻവർ പുറത്തു വന്നത്. ആ ഒറ്റ കാരണം സംഘപരിവാറിനെയും CPMനെയും പ്രത്യേകിച്ച് പിണറായി സഖാവും എതിർത്തുകൊണ്ട് ഇറങ്ങി വന്ന ഒരു ഇടതുപക്ഷ മുന്നിലെ MLA മറ്റെന്തൊക്കെ തെറ്റ് ചെയ്താലും ഈ സതീശൻ മുതലാളിക്കും സതീശനും അത് പുറത്തു കൊടുത്ത് അവരെ കൂടെ നിർത്തായിരുന്നു. സതീശൻ ചെയ്തില്ല. എന്താ സതീശൻ ചെയ്യാത്ത കാരണം? കോൺഗ്രസ്സുകാരെ ആ മൂലം എടുക്കുന്ന കള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും വല്ലതും മനസ്സിലാകുന്നുണ്ടോ?
അയാൾ കണ്ണൂരിൽ ഒരുത്തണ്ടല്ലോ, ഒരു മോഹൻ രാജോ പറ്റോ, ഒരു വിദേശ മലയാളി. അയാളുടെ കൂടെ ഭാര്യയിലെ ഏതൊരു പെൺസുഹൃത്ത് മാത്രമേ ഉള്ളൂ. ആ പുള്ളി ഈ സതീശൻ മുന്നണി ചേർത്തല്ലോ. ആരോട് ചോദിച്ചോ? ലീഗാരോട് ചോദിച്ചോ? അല്ലെങ്കിൽ മറ്റേതിന് ആരോട് ചോദിച്ചോ? നിങ്ങൾ തീരുമാനത്തില്ലേ? അതേ സ്ഥാനത്ത് ലീഗുകാർ പറഞ്ഞിട്ട് പോലും ഈ സതീശൻ അൻവറിനെ തൊടിയിച്ചില്ലല്ലോ. എന്താണ്? സംഘവിരോധി ആയതുകൊണ്ട് തന്നെയാണ് സതീശൻ എടുക്കാറുന്നത്. കോൺഗ്രസ് സ്വഭാവം മനസ്സിലാകുന്നില്ലേ? സതീശ് സ്വഭാവം മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ എവിടെ പോയി തപ്പോടോ? ഇനി ആരും നിങ്ങൾ വിചാരിക്കാം കടലും ചീർത്ത് നടക്കുകയല്ലേ ഇപ്പോഴത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾ. കോൺഗ്രസ് ഒക്കെ അല്ല, കമ്മ്യൂണിസ്റ്റ് ഒക്കെ. പിന്നെ അതൊക്കെ പിന്നെ ഇപ്പോൾ ആശ BJP അത്ര പറയേണ്ടി വരും. തണുത്ത് സംഘപരിവാരം മൂലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പിണറായി സഖാവ്. ഇനി പിണറായി സഖാവിനെ മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ സഖാവിനെതിരെ പറയാൻ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് കേരളത്തിലുണ്ടോ? ധൈര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ? ഒറ്റ ആളുകൾ എല്ലാവരും അദ്ദേഹം കയ്യിലെടുത്ത്. CPI തന്നെയാണ്. CPI വരാൻ പോകുന്ന CPI അവിടെ തന്നെ കൂടി നിൽക്കുള്ളൂ, ചായ കൂടി പിരിയുള്ളൂ, ഒന്നും ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് വരികയും ചെയ്യും. മനസ്സിലായി? സതീശൻ നാളെ സതീശനോ അത് തന്നെ ചെയ്യും. അല്ലെങ്കിൽ സതീശന് ഒരു സംഘവിരോധി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദീർഘവീക്ഷമുള്ള ആളായിരുന്നെങ്കിൽ രണ്ട് കാരണം സതീശനത്തിനും ബുദ്ധിയും രാഷ്ട്രീയ പാരമ്പര്യമൊന്നും മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിൽ ഞാൻ പല അഗ്രഗണ്യന്മാരാ. മൊയ്തീൻ ഷാക്കില്ല, സമ്മതിച്ചു. പക്ഷേ എടോ സതീശ, നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്നറിയോ? അൻവർ ഇറങ്ങി വന്ന് സംഘവിരോധം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പിണറായി വിരോധം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പിണറായി വിരോധം പറഞ്ഞ ആ 2 പോയിന്റ് പോലെയോ നിങ്ങൾക്ക് UDF അൻവർ എടുക്കാൻ. നിങ്ങൾ ചെയ്തോ? ഈ 2 വിരോധം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ സതീശനെ അൻവർ UDF ചേർക്കരുത്. അൻവർ കുറച്ച് മണ്ടത്തരം കാണിച്ചത് കാര്യം യാതൊരു സംശയമില്ല. അത് AICC തീരുമാനം എടുത്താൽ, അതായത് നമ്മൾ ചേരാൻ പോകുന്ന മുന്നണിയിലെ ദേശീയ നേതാവ് തീരുമാനമെടുത്താൽ അതിനെ എതിർക്കാൻ പാടില്ല. അംഗീകരിക്കുക, അല്ലെങ്കിൽ പുറത്തു വേണം. അത് പുള്ളി ആ നിമിഷം തന്നെ ഡൽഹിയിൽ പ്രഖ്യാപിക്കുന്നു, ഇയാൾ മലപ്പുറത്ത് നിലമ്പൂർ പ്രഖ്യാപിക്കും. തെറ്റാണെന്ന് മണ്ടത്തരം. ഞാൻ പറയുന്ന ആൾ സ്ഥാനാർത്ഥിയാവണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ലേ? ഞാൻ മന്ത്രിസ്ഥാനം മാറിയത് പെരുന്നാൾ RSSന്റെ നേതാവ് രാജ്യസഭ മെമ്പറായില്ലേ, രാജ്യസഭ അയാൾ മന്ത്രിയാക്കണം പറഞ്ഞ പോലെ രാജ്യസഭ മെമ്പറിൽ ഒരു അവാർഡിൽ കൊടുത്ത്, എന്തൊരു അവാർഡ് കൊടുത്ത്. അപ്പോൾ ആക്കണമെന്ന് പറഞ്ഞ പോലെ അതുപോലെ അവകാശമുണ്ടോ? അത് പാർട്ടിയിൽ തീരുമാനിക്കട്ടെ. അപ്പോൾ അൻവറിന് അങ്ങനെ ബുദ്ധിമോശം. അത് അൻവറിന് മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ കാക്കാന്മാർ പലർക്കും ചില ബുദ്ധിമോശമുണ്ട്. അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും സതീശ് എന്തെയുണ്ട്? അയാളെ കൂടെ നിർത്തി നിൽക്കണ്ടേ? ചെയ്തില്ല സതീശൻ. എന്നിട്ട് ഓമൂളി റാമൂളി നിൽക്കുന്ന നമ്മളെ പിന്നെ കൊച്ചിയിലെ ആ സ്കൂളിൽ പ്രശ്നം തീർക്കാൻ വേണ്ടി സതീശൻ അറിയാതെ IB ഇടനും നമ്മുടെ ഷിഹാസും പോവില്ല. സതീശനോട് ചോദിക്കുക, രണ്ടുപേരും അനുഭവമില്ല, അറിയാം. അപ്പോൾ എന്താ തീരുമാനിച്ചത്? അവിടെ ചെന്നിട്ട് ആ മുസ്ലിം പെൺകുട്ടിയുടെ വാപ്പാനെ കണ്ട് കുറേ വർഗീയതകളെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് മാറി പ്രശ്നം തീർക്ക്. അതാണ്ടോ മധ്യസ്ഥ? ഞാൻ സതീശനോടും ഈ പിന്നെ MP-യോടും ജില്ലാ പ്രസിഡന്റ് ചോദിക്കണം, അതാണ് തീരുമാനം. കാരണം തല മറക്കാവുന്ന നിയമമുണ്ട്. അതുപോലെ മറക്കുന്ന 90% ക്രിസ്ത്യൻ മാനേജ് സ്കൂളിൽ ചെയ്യുന്നുണ്ട്, സർക്കാർ സ്കൂളിൽ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ അപൂർവം 1-2 ക്രിസ്ത്യൻകൾക്ക് നടത്തുന്ന സ്ഥാപനം മാത്രമാണ് ഇല്ലാത്തുള്ളൂ. അപ്പോൾ അതെന്താ പറഞ്ഞറിയോ? ആ നിയമം അങ്ങോട്ട് മാറ്റി നിങ്ങൾ പ്രശ്നം തീർക്ക്. അത് ഞാൻ പറഞ്ഞത് ചെരുപ്പഴിച്ച് കാല് മുറിക്കുക, കാലിന് വെച്ച് ചെരുപ്പ് മുറിക്കണം, ചെരുപ്പഴിച്ച് കാല് മുറിക്കുന്നത്. ഇതൊക്കെയാണ് മനസ്സിലിരിപ്പെങ്കിൽ എങ്ങനെ ഈ കോൺഗ്രസ് രക്ഷപ്പെടും? എങ്ങനെ കോൺഗ്രസ് രക്ഷപ്പെടും? ഇനി ദേശീയ ലെവലിൽ എടുത്തുകഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിർത്താം. ദേശീയ ലെവൽ എടുത്താൽ എൻ്റെ 20% മുസ്ലിങ്ങൾ, 20% ദളിതുകളുണ്ട് ഇന്ത്യയിൽ. ഇപ്പോഴും ചില മൊയ്ലിയാർ പറഞ്ഞ് പഴയ 14, 30 വർഷം മുമ്പ് പറഞ്ഞാൽ 14%, ഇപ്പോഴും 14. മൊയ്ലിയാരെ കാക്കുക. നിങ്ങൾക്ക് പറയാറില്ല, പറയരുത്. നിങ്ങൾ അല്ലെങ്കിൽ കണക്ക് നോക്കണം. 30 വർഷം മുമ്പ് പറഞ്ഞ് 14%, ഇപ്പോഴും വന്ന് 14%. അത് കഴിഞ്ഞിട്ട് കാലഹരണപ്പെട്ട് എത്രയായി? ഇപ്പോൾ 20% ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഇന്ത്യയാണ്. 30 കോടികളുണ്ടായിരുന്നു. അത്ര മറ്റേ ഇന്തോനേഷ്യയിലില്ല. എന്തുകൊട്ടെ, അതൊക്കെ രേഖ വരുമ്പോൾ അറിയട്ടെ. അപ്പോൾ 20% ദളിതിനെയും 20% മുസ്ലിങ്ങളെയും ഈ രാഹുൽ കോൺഗ്രസും ഈ കത്തോലിക്ക കോൺഗ്രസ് തുടിക്കില്ല. എടോ, 20% പാർട്ടിയുടെ പ്രധാന വോട്ട് ബാങ്ക് കാശിറാം രൂപീകരിച്ച ബഹുജൻ സമാജ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവ് മായാവതിയല്ലേ? അവരെ നിങ്ങൾ കൂടെ നിർത്താൻ പറ്റുന്നുണ്ടോ? പിന്നെ നമ്മുടെ JDUവിൻ്റെ നേതാവ് നിതീഷ് കുമാർ പാർട്ടിയിലേക്ക് നിങ്ങളോട് വന്നതില്ലേടോ കള്ളന്മാരെ? അവർ കൂടെ നിർത്താൻ പറ്റും നിങ്ങൾക്ക്?
അപ്പോൾ സംഘപരിവാർ അല്ലെങ്കിൽ ഫാസിസ്റ്റ് സവർണ ഫാസിസ്റ്റ് കായൽവാരി അയാൾ പുറത്താക്കിയില്ലേ? പിന്നെ നിങ്ങൾ എങ്ങനെയാണോ ഇനി BJP താഴെ ഇറക്കാൻ നോക്കുന്നത്? ഞാൻ വീണ്ടും പറയാണ് നിങ്ങളെടുത്ത്, അനുഭവം കൊണ്ട് പറയാണ്, മനസ്സിലെ വിങ്ങൽ കൊണ്ട് പറയാണ്. ഞാൻ നിങ്ങളിപ്പോൾ കോൺഗ്രസ്സുകാരോടും ഈ സതീശോടൊക്കെ പറയാണ്, നമ്മുടെ ജയപ്രകാശ് നാരായണൻ നിങ്ങൾക്കറിയാലോ, എൻ്റെ അച്ഛനൊന്നുമില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം വിടിയന്താവസ്ഥ ശേഷം കോൺഗ്രസ് വഴി ചെയ്ത പണി എന്താണ്? കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ചേർക്കാമല്ലോ പറഞ്ഞത്. അതെന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത്? ഈ ഗാർഗയ്ക്കും ഗൂർഗയ്ക്കും ഈ സതീശനും മനസ്സിലാക്കുന്നത് കള്ളന്മാരെന്ന് പറയണം. അവരെ ബുദ്ധിയിൽ മാറി നിൽക്കണമെന്നേ. അന്ന് ജയപ്രകാശ് നാരായണൻ പറഞ്ഞ 2 കാര്യം പറഞ്ഞ് ഇന്നും പ്രസക്തമാണ്. അദ്ദേഹം മരിച്ചുവെങ്കിൽ ഇന്നും പ്രസക്തമാണ്. എന്താണ്? ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല. മറ്റൊന്ന്, ഇതിൽ കോൺഗ്രസ് ബാക്കി എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ സതീശൻ നേതാവേ ഗാർഗിയോട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ രാഹുലിനോട് പറയാൻ പറ്റുമോ നിങ്ങൾ അങ്ങനെ പ്രഖ്യാപനം നടത്തുന്നത്? അല്ലാതെ സംഘപരിവാർ താഴെയൊക്കെ നിങ്ങൾ സാധിക്കുമോ? ഒന്നും ചെയ്യില്ല. സംഘപരിവാർ വരും, അതിൽ നിങ്ങളൊരു കൂടെ നിന്ന് ഉൾക്കൊണ്ട് പോകും. അവസാനം പോയി എല്ലാം നിങ്ങൾ പകടിച്ച് കയറും. സംഘപരിവാർ കേരളവും സംഘപരിവാർ ഭരിക്കട്ടെ. അതുകൊണ്ട് മുസ്ലിങ്ങൾ തോൽപ്പിക്കാന്ന് വിചാരിക്കട്ടെ. മുസ്ലിങ്ങൾ തോൽക്കില്ല. ഈ സംഘപരിവാർ മുഴുവൻ ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിച്ചാലും മുസ്ലിങ്ങൾ തോൽപ്പിക്കാൻ സാധ്യമല്ല. അത് വേറെ കാര്യം. പിന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അത് വേറെ കാര്യം. ഞാൻ സതീശോട് ചോദിക്കാൻ, ഈ ശബ്ദം കേൾക്കണ്ടല്ലോ. സതീശൻ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഗാർഗെ വിളിച്ചു പറയാൻ? ഗാർഗിലെ PICC പ്രസിഡന്റ്, തന്നെ നിൽക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പിന്നെ രാഹുലുണ്ടല്ലോ, രാഹുലിനോട് പറയാൻ പറ്റുമോ? സോണിയാഗാന്ധി കുട്ടികൾ, നിങ്ങൾ ഇങ്ങനെ പറയണം. എങ്ങനെയാണ്? BJP വെച്ചുള്ള എല്ലാ പ്രസ്ഥാനവും നമ്മുടെ ഈ മുന്നണിയിൽ ഉണ്ട്. BJPയിൽ നിൽക്കുന്ന പാർട്ടി വഴി ഞങ്ങൾ ക്ഷണിക്കാം, നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പറയാനുള്ള 4-3-7 അക്ഷരം ചേർത്ത് പറയാനുള്ള ഒരു പാരഗ്രാഫ് വാർത്ത കൊടുക്കാൻ പറ്റുമോ സതീശ? ഇപ്പം സതീശോട് പറഞ്ഞാൽ വേറെ ആരോട് പറയണ്ട. മുരളി ഇപ്പോൾ സ്ഥാനമില്ല പ്രതീക്ഷയാണല്ലോ, രമേശ് സ്ഥാനമില്ല. സതീശ ഇപ്പോൾ കേരളത്തിലെ ഏതാണ്ട് മുന്നണിയുടെ ചെയർമാനാണല്ലോ, പ്രതിപക്ഷ നേതാവാണ്. സജ്ജോടോ സതീശ. എന്നിട്ട് പാടോ ഇന്നലെ പറഞ്ഞ പോലെ, ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത്? പിന്നെ ഈഴവനോടും നായരോടും പുലിയോടും കാക്കയോടും മാപ്പിളൊക്കെ പറഞ്ഞത്, ഞങ്ങൾ രൂപീകരിച്ച സാമുദായ സംഘടന സാംസ്കാരിക സംഘടനയിൽ 2 ടേമിൽ കൂടി ഒരാളും അധികാരത്തിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ള ക്ലോസ് ചെയ്തത് വരാൻ പറഞ്ഞ പോലെ ഇപ്പം സതീശോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഗാർഗിയോട് പറയാൻ, രാഹുലിനോട് പറയാൻ? കോൺഗ്രസ് BJP വെച്ച് ബാക്കി എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ട് എങ്കിലേ ഇത് BJP താഴെ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം, സതീശ് ഉൾപ്പെടെ ഉദ്ദേശം BJP താഴെ ഇറക്കാന്നുള്ളതല്ല, സംഘപരിവാർ ഒതുക്കാന്നുള്ളതല്ല. നിങ്ങൾക്ക് സൗകര്യത്തിൽ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ BJPയിലേക്ക് പോകണം. ഇതല്ലടോ മനസ്സിലിരിപ്പ്. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. പിന്നെ എന്താണ്? ശാസ്ത്രീയ കൂട്ടായ്മയാണ്, ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്, ബുദ്ധിജീവികളുടെ കൂട്ടായ്മയാണ്. അവരുടെ വാക്ക് ഞാൻ പറയുന്നതല്ലോ, എൻ്റെ എല്ലാം ബുദ്ധി, ഞാൻ ബുദ്ധി കുറവെന്ന് പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ടേ മനുഷ്യവാസമല്ല ഭയന്നു പോകണം, അല്ലെങ്കിൽ പിന്നെ എന്താണ് തകർന്നു പോവുകയാണ്. എന്തുകൊണ്ട് ജയപ്രകാശ് നാരായണൻ പറഞ്ഞ ആ തീരുമാനം, ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് എടുത്തുകൂടാ? ഇത് അവരെ തൊഴിൽ ഇവിടെ തൊഴിലില്ല. ഇന്നിപ്പോൾ ഒരു കാരണല് ഉണ്ണിത്താൻ പറഞ്ഞു, എന്താണ്? BJP നേതാക്കൾ നല്ല ശതമാനം കോൺഗ്രസ്സാണ്, ആസാം മുഖ്യമന്ത്രി, മറ്റു മുഖ്യമന്ത്രി, മറ്റു MP എല്ലാം ഒക്കെ ശരിയാടോ. അത് പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ സംഘപരിവാർ അനുകൂലിയായ നേതാക്കൾ അവരെല്ലാം BJP വന്നപ്പോൾ അങ്ങോട്ട് പോയി. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് നോടി അവരങ്ങോട്ട് പോയി. 25 വർഷത്തിലേക്കും ഇന്ത്യ ഉണ്ടല്ലോ കത്തോലിക്ക രാജ്യമാക്കാൻ നോക്കി, ക്രിസ്ത്യൻ രാജ്യമാക്കാൻ നോക്കി, അല്ലെങ്കിൽ എല്ലാ പ്രൊജക്ടും ഇപ്പോൾ ശരിയാക്കി. ഇത് മനസ്സിലാക്കിയ ബുദ്ധിജീവികളാണ് എന്തൊക്കെ പറഞ്ഞാലും ബ്രാഹ്മിൻസ് ബുദ്ധിജീവികൾ ഐക്യമുള്ള കൂടുതലാണ്. അത് അവർ പറഞ്ഞ മറുപടി കേൾക്കണം. സഖാക്കൾക്ക് കേൾക്കണം, കോൺഗ്രസ്സുകാരും കേൾക്കണം, സഭയിൽ കേൾക്കണം. 1000 വർഷം മുസ്ലിം രാജ്യമായ സ്പെയിൻ ഭൂപറിക്കും പോലെ ക്രിസ്ത്യൻ രാജ്യമാക്കി. അതുപോലെ ഇന്ത്യ ക്രിസ്ത്യൻ രാജ്യമാക്കാൻ നോക്കിയത്. ഇത് മനസ്സറിഞ്ഞ എന്താണ് സവർണൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ അറിയോ? മോഡി തട്ടിക്കോ എന്ന് പറഞ്ഞ് മോഡിക്ക് സപ്പോർട്ട് ചെയ്ത്, അതിനുവേണ്ടി എല്ലാ കരുക്കളും ഉപയോഗിച്ച് എല്ലാ മാധ്യമങ്ങളും പ്രസ്ഥാനങ്ങളും IT സ്ഥാപനങ്ങളെല്ലാം മോഡിക്ക് പുകഴ്ത്തി വെച്ചു. അങ്ങനെ വന്നു ഒന്നല്ലേ ബി പട്ടികയായിട്ട് ആം ആദ്മി പാർട്ടിയുടെ ആൾ അവിടെ ഉണ്ടാക്കി അഴിമതി അവസരം കൊടുത്ത്.
അവസാനം BJP അധികാരത്തിൽ കയറ്റുക. അവർക്ക് അങ്ങനെ വിട്ടുകൊടുക്കില്ല, ക്രിസ്ത്യൻ രാജാക്കം സംഭവിക്കില്ല. ഇപ്പം ഇന്ന് ഇപ്പം ഇന്ത്യയിലെ ക്രിസ്ത്യൻ രാജ്യമാക്കാൻ നോക്കിയ ക്രിസ്ത്യാനി ഇന്ത്യയിലെ അവസ്ഥ ഇതെന്താ? ഒന്ന് പഠിച്ചു നോക്ക്. സഭയോട് പറയണം, എനിക്ക് യാതൊരു ഇഷ്ടക്കുറവും സഭയോട് പിടക്കൊന്നുമില്ല, ഒരു ഇതുമില്ല. ഇന്ന് സഭയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്രയൊക്കെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്താലും തല്ലുകൊള്ളുമ്പോൾ നിങ്ങളും തല്ലും, മുസ്ലിങ്ങളും തല്ലുള്ളൂ. പക്ഷേ CH ഉമ്മയുടെ പോലീസുണ്ട് ആഭ്യം എന്ന് പറഞ്ഞപ്പോൾ പള്ളിക്ക് തല്ലിപ്പോൾ അല്ലോ ഞങ്ങൾ ലീഗാണെന്ന് പറഞ്ഞു. ലീഗായാലും അതേലും തല്ല് വരുമ്പോൾ തല്ലുള്ളൂ. അതുപോലെ UP മുസ്ലിങ്ങൾ BJPയുടെ അവിടെ കത്തിക്കൽ വന്നപ്പോഴും മുസ്ലിമായിട്ട് BJP ഒരു കാര്യമൊന്നുമില്ല, തല്ലിക്കളഞ്ഞ്. ഇതന്നെ ഇന്ത്യയിൽ നടക്കുകയും ചെയ്യും. അത് ബുദ്ധിയുള്ള ബ്രാഹ്മിൻസ് സമ്മതിച്ചു. ഇതൊക്കെയാണ് കാര്യങ്ങളിൽ പോക്ക്. ഇതൊന്നും അറിയാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഏതോ ദിവാസ്വപ്നത്തിൽ കോൺഗ്രസിൽ കഴിയുന്ന മുസ്ലിങ്ങളും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും ഇരിക്കുകയാണ്. ആരാണ് കോൺഗ്രസ്? എന്താണ് കോൺഗ്രസ്? ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഡൽഹിയിൽ ഒരു സിമ്പിളല്ലേ ഇത്? എന്താണ് ഇത് വലിയ ബുദ്ധിനൊക്കെ? ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വ്യത്യസ്തമായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ അതിന് നേട്ടം കിട്ടുന്നത് BJPക്കാന്ന് ആർക്കാണോ അറിയാൻ പാടില്ലാത്തത്? ഏത് കുട്ടിക്ക് അറിയാൻ പാടില്ലേ? എന്നിട്ട് നിങ്ങൾ യോജിച്ചു കൊണ്ടാൻ പറ്റുമോ? വെറും പരസ്പരം ധാരണ എത്താൻ പറ്റുമോ? ഗോവയിൽ 14 സീറ്റുണ്ടേ കോൺഗ്രസ്, 11 സീറ്റേ BJPക്കുള്ളൂ. രാത്രി മന്ത്രിസഭ രൂപീകരിച്ച് പിന്നീട് എന്താണ് അമിത്ഷാ പോയി. നമ്മുടെ KC വേണുഗോപാൽജി പഞ്ചാബുകാരൻ ഒരു സിംഗിനെയും ഏൽപ്പിച്ചല്ലോ രാഹുൽ ഗാന്ധി പോയി കിടന്നുറങ്ങി. സോണിയാഗാന്ധി വിട്ടുകളയാ. അവസാനം രാത്രി അമിത്ഷാ വന്ന് ഒരു മന്ത്രിസഭ രൂപീകരിച്ച് പോയി പോകുന്നേക്ക് 5 കോടി ഒരു കിഴി കൊടുക്കാൻ പറഞ്ഞോന്നെ. ആ KCയാണ് ഇപ്പം നയിക്കുന്ന ആള്, കോൺഗ്രസ് നയിക്കുന്നത്. ഇപ്പൊ പുള്ളിയുടെ ഉദ്ദേശം വടക്കേ ഇന്ത്യക്ക് വേണ്ട അതിന്റെ ഭാഗമാക്കി കോൺഗ്രസ് ഭരിച്ച എല്ലാം BJP ഏൽപ്പിക്കാൻ ചരട് വലിച്ചപ്പോൾ കേരളത്തിൽ ഭരിക്കാൻ പോണപ്പോൾ എല്ലാം കേരളത്തിലെ ശ്രദ്ധ തകർത്ത് കളയും. പണ്ടേ ദുർബല പിന്നെ ഗർഭി എന്ന് പറയുമ്പോൾ പണ്ടേ തന്നെ കോൺഗ്രസ് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. ആ സമയത്ത് ഇവിടെ 5-6 ഗ്രൂപ്പ് 7 ഗ്രൂപ്പായി പോണ്. ഇപ്പൊ KC ഗ്രൂപ്പ് ശക്തമായതാണ്. ഇതുകൊണ്ടൊക്കെ എന്താ പറ്റുന്നറിയോ? ഈ 90% പിന്നൊക്കെ ദളിത് ന്യൂനപക്ഷങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങൾക്കും തീരുമാനമാവില്ല. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. ഇപ്പൊ ശബരിമലയ്ക്ക് സമരം ചെയ്ത കോൺഗ്രസ്സുകാരെ ആ ജാതി സെൻസിന്റെ കാര്യം പറഞ്ഞത്, നിങ്ങളുടെ ജീവിച്ചിരുന്ന രാജാവ് ദൈവം രാഹുൽ ഗാന്ധി, അത് നിങ്ങൾ പട്ടി പോലെ പോകാച്ചോ? അതിനെക്കുറിച്ച് അക്ഷരം നിങ്ങൾ വിട്ടിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉദ്ദേശമുണ്ട്, അവർ അത് നടപ്പാക്കില്ലെന്ന് NSന് ഉറപ്പ് കൊടുത്തിട്ട് NS ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ 9% നായർ 12 പേരായിട്ടുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ മന്ത്രിസഭയിൽ മന്ത്രി റാങ്കിൽ. അപ്പോൾ അവർക്കതല്ലാണ്. പിണറായി വിജയൻ ഈഴവനെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ട് പിണറായി എല്ലാം കംപ്ലീറ്റ് നായർമാരെ ഏൽപ്പിച്ചു. അല്ലെങ്കിൽ ഇന്നലെ കളിയില്ലതാണ്. അതുപോലെ VD സതീശ് ഉൾപ്പെടെ ഒരക്ഷരം പറഞ്ഞോളൂ നിങ്ങൾ ജാതി സെൻസ് കൊണ്ട് കാര്യമുണ്ട്. നിങ്ങളുടെ നേതാവല്ലേ പറഞ്ഞത്? മൊയ്തീൻ ഷാ പറഞ്ഞാലല്ലോ. അപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഞങ്ങളെപ്പോഴും മനസ്സിലാവും. പലരും ചോദിക്കണം, നിങ്ങൾ എന്താണ് ഈ കോൺഗ്രസിലേക്ക് വന്ന് എന്തെങ്കിലും സ്ഥാനമാനം കിട്ടി 10 രൂപ ഉണ്ടാക്കാത്ത ചോദിക്കണത്? എങ്ങനെയാണോ വരുന്നത്? ഈ 90% പിന്നോക്കത്തിൽ ന്യൂനപക്ഷക്ക് വേണ്ടി മറ്റെല്ലാവർക്കും വേണ്ടി ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ഉയർത്തലിൽ ശ്രമിക്കുന്ന പ്രസ്ഥാന നിലയിൽ വ്യക്തി എന്ന നിലയിൽ എങ്ങനെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൂടെ വന്ന ആനുകൂല്യം പറ്റി? കാരണം 3 മുന്നണി കേരളത്തിലുള്ളപ്പോൾ ആ 3 മുന്നിൽ നിന്ന് എല്ലാ തട്ടിപ്പിനും കൂടെ നിന്നാൽ സമ്പാദിക്കുക ചെയ്യാൻ പേരും ഉണ്ടാവും. യോഗത്തിൽ വിളിക്കും 10 പേര് വരും. പക്ഷെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? തട്ടിപ്പ് ചെയ്ത് കാശിട്ടാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കോൺഗ്രസ്സുകാരും മറ്റു നേതാക്കളും അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി പാവപ്പെട്ട പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിയുടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു പരിഹാര മാർഗം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായിരം നന്ദി ചെയ്യുന്നു.